ഖബറാരാധകർ, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർ പറയും ഇസ്തിഗാസ ജായിസാണ്, ഇസ്തിഗാസ ചെയ്യാം. എന്താ തെളിവ്? എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ? എത്ര ആയത്തോതും എത്ര ഹദീസ് ഓതും? അപ്പൊ ആയത്ത് ഹദീസ് ഇല്ലാത്തതുകൊണ്ടാണോ ഇസ്തിഗാസ ശിർക്കായത്? അല്ല. അല്ലെങ്കിൽ ഇസ്തിഗാസവാദികൾ വിധേയികളായത് അവർക്ക് ആയത്ത് ഹദീസ് ഇല്ലാത്തതുകൊണ്ടല്ല. അവർ ആയത്ത് ഓതും. അവർ പറയും വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് ഇസ്തിഗാസക്ക് തെളിവാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ റസൂലിന്റെ അടുക്കലേക്ക് വരികയും റസൂലും ഇവരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കും. ഏതോ ഒരു കാട്ടറബി മനസ്സിലാക്കിയതാണ് തെറ്റായിട്ട്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം അങ്ങനെയാണ്, അവൻ നബിന്റെ ഖബറുകൾക്ക് പോകണം. ഒരു അറാബി മനസ്സിലാക്കിയതാണ്. ജാഹിലായ ഒരു സാധാരണക്കാരനായ അറാബി ഖുർആൻ ഓതുമ്പോൾ ആയത്ത് കണ്ടു, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. സാധു വിചാരിച്ചെന്ത്? ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിന്റെ ഖബറുകളിൽ പോയിട്ട് അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയലായിരിക്കും. നേരെ റസൂൽ ഖബറിലേക്ക് വന്നു. ഒരു അറാബി തെറ്റായി ആയത്തിനെ മനസ്സിലാക്കിയതാണ് ഇസ്തിഗാസവാദികൾക്ക് ഇസ്തിഗാസ ചെയ്യാൻ തെളിവ്. അത് ആയത്ത് അയാൾ മനസ്സിലാക്കിയത് തെറ്റാണ്. ഇന്ന് ഇവർ ഇസ്തിഗാസക്ക് വേണ്ടി ഈ ആയത്ത് ഓതുന്നു. എന്നാൽ സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ് ഈ ആയത്ത് റസൂലിന്റെ ഹയാത്ത് കാലത്ത് മാത്രമുള്ളതാണ്. മുനാഫിക്കുകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. മുനാഫിക്കുകൾ ഒരു പ്രശ്നം വന്നപ്പോൾ തൗറാത്ത് നോക്കാൻ വേണ്ടി പോയി. റസൂലുള്ളാഹിലേക്ക് വിധി തേടി വന്നില്ല. അത് റസൂലുള്ളാഹിയുടെ പ്രയാസം ഉണ്ടാക്കി. റസൂലുള്ളാഹിയുടെ കൂടെ നിൽക്കുന്നവരാണ് മുനാഫിക്കുകൾ. പ്രശ്നം വന്നപ്പോൾ നബി എന്താ പറയും എന്നുള്ളത് ഇവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് തൗറാത്തിൽ എന്താ പറയുന്നതൊക്കെ വേണ്ടി ജൂതന്മാർക്കിലേക്ക് പോയി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിശദമായ ചർച്ചയുടെ ഇടയിലാണ് ഈ മുനാഫിക്കുകൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരണം, റസൂലുള്ളാഹിയോട് മാപ്പ് ചോദിക്കണം. റസൂലുള്ളാഹിയെ പ്രയാസപ്പെടുത്തി. റസൂലുള്ളാഹിലേക്ക് വിധി തേടി പോകേണ്ട ഇവർ ജൂതന്മാരുടെ തൗറാത്തിലേക്ക് വിധി തേടി പോയത് കൊണ്ട് റസൂലിനെ പ്രയാസപ്പെടുത്തി. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് ഒന്ന് മാപ്പ് ചോദിക്കണം. അങ്ങനെ ഇവരും റസൂലയും അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. മുനാഫിക്കുകൾ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത് മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ തെളിവാക്കി. അതും ഏതോ ഒരു അറാബി ഖുർആൻ ഓതുമ്പോൾ തെറ്റായി മനസ്സിലാക്കിയതാണ് ഇവർക്ക് തെളിവ്. സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ് ഇത് റസൂലുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് മാത്രമുള്ളതാണ് എന്നത്. അപ്പോൾ ഇസ്തിഗാസവാദികൾക്ക് ആയത്തുണ്ട്. അപ്പോൾ ആയത്തും ഹദീസും ഇല്ലാത്തത് കൊണ്ടല്ല അവർ വിധേയികളായത്. മറിച്ച് സഹാബാക്കൾ ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വിജയിച്ച കക്ഷികളാകണമെങ്കിൽ, അഹ്ലുസുന്ന ആകണമെങ്കിൽ ആയാത്തുകളെയും ഹദീസുകളെയും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം.